ഈശ്വർ കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ, പെരുങ്കള്ളനാണ് തന്ത്രി എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. വളരെ സ്വാഗതാർഹമായ പ്രസ്താവനയാണ്. കാരണം അങ്ങനെ പറയുമ്പോൾ ആരാണ് തന്ത്രിയെ കുടുക്കിയെന്ന് പകൽ പോലെ വ്യക്തമാകുക. ഞാൻ അടക്കമുള്ള പല ആൾക്കാരും CPM-ന്റെ രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകാം. അതായത് CPM പോലെ കേരളത്തിലെ ഏറ്റവും വലിയ ബഹുജന പ്രസ്ഥാനം, കേരളത്തിലെ ഏറ്റവും പ്രമുഖ ഹിന്ദു ക്ഷേത്രത്തിലെ തന്ത്രിയെ അങ്ങനെ കള്ളക്കേസിൽ കുടുക്കുമോ എന്ന സംശയം ഉണ്ടാകാം. ഗോവിന്ദ മാഷ് വെളിയിൽ അത് വിളിച്ചു പറഞ്ഞതോടുകൂടി പാവിട്ട വാക്കായിരിക്കാം. പക്ഷെ അദ്ദേഹം വിളിച്ചു പറഞ്ഞത് യഥാർത്ഥത്തിൽ ആരുടെയെങ്കിലും മനസ്സിൽ സംശയമുണ്ടെങ്കിൽ ആ സംശയം മാറി ഇതിന്റെ പിന്നിൽ CPM-ന്റെ രാഷ്ട്രീയ താല്പര്യമാണെന്ന് പകൽ പോലെ വ്യക്തമായില്ലേ? ഇല്ലെങ്കിൽ ഗോവിന്ദ മാഷിന് എങ്ങനെയാണ് കോടതിക്ക് അറിയുന്നതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ അറിയുക? ഗോവിന്ദ മാഷ് എന്തായാലും ആഭ്യന്തരമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ആളോ അല്ല, നിയമമന്ത്രിയല്ല. പക്ഷേ ഗോവിന്ദ മാഷ് പെരുങ്കളനാണെന്ന് പറഞ്ഞോടുകൂടി തന്ത്രി കൂടുതൽ ക്രിസ്റ്റൽ ക്ലിയർ ആയി, ക്ലീൻ ചിറ്റോടുകൂടി ജനങ്ങളുടെ മനസ്സിന്റെ മുമ്പിലേക്ക് വരികയാണ്. കാര്യം CPM-ന്റെ രാഷ്ട്രീയ, ഇനി ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിക്കുക, CPM-ന്റെ രാഷ്ട്രീയ താല്പര്യമാണ് എന്ന് വ്യക്തമായില്ലേ? തീർന്നില്ല. എനിക്കതിലൊരു വിഷമമുണ്ട്. പത്മകുമാർ സാറിനെയും അല്ലെങ്കിൽ വാസു സാറിനെയും അടക്കം കള്ളന്മാരെന്ന് വിളിക്കുന്നത് വളരെ ദുഃഖകരമാണെന്നാണ് എനിക്ക് നമ്മുടെ ഗോവിന്ദ മാഷോട് പറയാനുള്ളത്. ഗോവിന്ദ മാഷ് പറഞ്ഞത് ആ ലിസ്റ്റിൽ ഉള്ളതാണ്. ആ ലിസ്റ്റിൽ തന്ത്രിയേക്കാൾ, തന്ത്രി 11-ാം 9-ാം പ്രതിയും 11-ാം പ്രതിയും ഒക്കെയാണ്. ആ ലിസ്റ്റിൽ കൂടുതൽ മേൽപ്രതികളായി നിൽക്കുന്ന പത്മകുമാർ സാറും വാസു സാറും ഒക്കെ പെരുങ്കള്ളന്മാരാണെന്നാണോ ഗോവിന്ദ മാഷ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. പക്ഷെ ഇതൊന്നുമല്ല, വിഷയം സിമ്പിൾ ആണ്. ശബരിമല തന്ത്രിയെ കൊടുക്കുന്നതാണ് CPM-ന് രാഷ്ട്രീയപരമായി ഗുണം ചെയ്യുക. എങ്ങനെ? CPM-ന് നേരെ ചോദ്യം ചേരങ്ങൾ ഒരുങ്ങുമ്പോൾ അതിന്റെ മുനയൊടിക്കാൻ, ആ ചോദ്യശരങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കാൻ SIT ഉപയോഗിച്ച് SIT-യെ PIT ആയി മാറ്റി, ശ്രീ പിണറായി വിജയൻ ഇൻവെസ്റ്റിഗേഷൻ ടീമായി മാറ്റി തന്ത്രിയെ കുടുക്കിയെന്ന് ഇപ്പം വ്യക്തമായില്ലേ? അതുകൊണ്ടല്ലേ അയോട്ട ഓഫ് എവിഡൻസ് പോലും തന്ത്രിക്കെതിരെ ഇല്ലെന്ന് പാരഗ്രാഫ് 88-ൽ 91-92 പേജിൽ ബഹുമാനപ്പെട്ട കോടതിക്ക് എഴുതേണ്ടി വന്നത്. ഇത് 81-ാം പേജിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ തന്ത്രിക്ക് അനുകൂലമായി കഴിഞ്ഞ പ്രാവശ്യം മറ്റൊരു വിധിന്യായത്തിൽ പോലും ബെയിൽ കേൾക്കുന്ന വിധിന്യായത്തിലും എഴുതി. ശരി, ശ്രീ സുരേഷ് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇതുവരെ പറഞ്ഞതുപോലെ അല്ല. ഈ ഒരു പരാമർശത്തോടു കൂടി തന്നെ, ഇപ്പോൾ നിയമമന്ത്രി ഉൾപ്പെടെ പറഞ്ഞ കാര്യത്തോടു കൂടി തന്നെ ഇത് സർക്കാരിന്റെ ഇൻട്രസ്റ്റിൽ SIT-യെ ഒരു ഘട്ടത്തിൽ സർക്കാർ ഹൈജാക്ക് ചെയ്തു എന്നതാണ് നേരത്തെ മുതൽ ഇരുന്ന ആരോപണം. ആ ഹൈജാക്ക് ചെയ്ത SIT ഉപയോഗിച്ച് അന്വേഷണം വഴിതിരിച്ചു വിടാൻ CPM ചെയ്തതാണ് എന്ന് പൂർണ്ണമായും ബോധ്യപ്പെടുന്നു എന്നതാണ് രാഹുൽ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. അതായിരിക്കും ഇനി അങ്ങോട്ട് പ്രചരണ തന്ത്രം. നാളെ സഭ ചേരാനിരിക്കുമ്പോഴൊക്കെ അതായിരിക്കും ആംഗിൾ. അപ്പൊ അതിനു മുൻപ് ഇവിടെ BJP പറഞ്ഞ 1-2 കാര്യങ്ങൾ